ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? വേണ്ടേ, എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതന്നെ ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാ. ഇത് ഞാൻ സാരിയൊക്കെ ചുറ്റി റെഡി ആയിട്ടുണ്ട്. അവർ താഴേക്ക് പോയി. ഞാൻ ആക്ച്വലി ചേഞ്ച് എടുക്കാൻ മറന്നുപോയിരുന്നു, അതിനുവേണ്ടി തിരിച്ച് കയറി പോയതാണ് കേട്ടോ. അപ്പം നമുക്കിനി കുർബാനയൊക്കെ കഴിച്ച് കാണാമേ. സത്യത്തിൽ സമയമില്ല, ഓടിക്കൊണ്ടായിരിക്കുന്നത്. ഓടിപ്പോവാം, കാരണം കുർബാനയ്ക്ക് മുമ്പ് പള്ളിയിൽ എത്തണ്ടേ. പിള്ളേരെയൊക്കെ റെഡിയാക്കി ഇറങ്ങി അവരങ്ങോട്ട് പോയി. വണ്ടി ഇനി ഏത് സൈഡിലാണെന്നുള്ളതാണ്. ഓക്കെ, ഒച്ചയൊക്കെ സൈഡിലേക്ക് നോക്കാം. ഓക്കെ, ആ സൈഡിലാണ്. അപ്പോൾ നമുക്കിനി കുർബാനയ്ക്ക് പോയിട്ട് വരാവേ. വണ്ടിയുടെ അടുത്ത് ഇപ്പുണ്ട്. അപ്പം കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഇതാ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ട് പള്ളിയിലെല്ലാം കഴിഞ്ഞതാണ്. ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. ചേട്ടൻ എന്തേ നേണ്ട ഇവിടെ വന്നപ്പോൾ അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഇതാ നല്ല കിടിലൻ ചായ. കണ്ടിച്ചൊന്ന് ചായ കുടിക്കുന്നു. എങ്ങനെയുണ്ട്? അതാ ജ്യൂസ് ആരാ തന്നെ ഹെബോ? ആരെ ജ്യൂസ് തന്നേ? ആരെ ജ്യൂസ് തന്നേ? ഷഫീഖങ്ങളാണ് ജ്യൂസ് തന്നെ. ആരെ ജ്യൂസ് തന്നെ? പറയ്, ജ്യൂസ് നല്ലതാണോ? അല്ല അല്ല, ഇക്ക പറയൂ, ഇന്ന് എന്റെ ബർത്ത്ഡേ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തിരുന്നു? തരുമായിരുന്നോ? ഒരു ഗിഫ്റ്റും വേണ്ട, കൈ സ്നേഹം മതിയല്ലോ നമുക്ക്. അങ്ങനല്ല, നമ്മള് സ്നേഹം, ഈ സ്നേഹം മതി നമുക്കല്ലേ അപ്പാ? അല്ല, നമുക്ക് സമയം ഉണ്ടല്ലോ ഇനി. അതെ, ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. നെഞ്ചത്ത് കുത്തി? അയ്യോ, ഇതൊക്കെ എന്താ ഇപ്പൊ പറഞ്ഞേ? നോക്കൊക്കെ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വന്നേ എവിടുന്നോ. എന്റെ ദൈവമേ, ഹണി കേക്ക്. അങ്ങനെ ഇവിടെ പരിചയത്തിലൊരുക്കാണ് കേട്ടോ. കഴിക്കാൻ്റെ പേരെന്താ? ഷഫീഖ്. നാട്ടിലെവിടെ? പട്ടാമ്പി. ഹായ് പറ വൈഫിന്. വൈഫിനോട് ഇത് കാണുന്നത് ആണോ? അല്ലേ, തോണ്ടല. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ, കാണാൻ പറയണേ കേട്ടോ. ആ ഡേവാ. അതെ 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 അല്ലേ. നിങ്ങളൊക്കെ കൂടിയിട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആയതായോന്നാ. വീട്ടിൽ അമ്മേനെ ഒക്കെ വിളിച്ച് പറയണം ഇങ്ങനെ, ഞാൻ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, ഒരു ചേച്ചി വ്ളോഗ് ചെയ്തപ്പോ. ഓക്കെ, കാണാൻ പറയണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദേഹം മുഴുവനാക്കിയോ? ദേഹം മുഴുവനാക്കിയോ? അയ്യോ, സൽമാൻ വേദായോ? അയ്യോ, ഒരു വേറെ ഷർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹേബലിന് ഇഷ്ടം പോലെ ഫാൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. സൽമാനങ്ങളുടെ കയ്യിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. തുറന്നോട്ടോ, തുറക്കാൻ പറ്റണില്ലേ? അങ്ങനെതാ ഓക്കെ. എടാപ്പി ചെല്ലടാ. സൽമാൻ, താങ്ക് യു സോ മച്ച്. അയ്യോ, താങ്ക് യു താങ്ക് യു സോ മച്ച്. ഇതാ, അതെ, വലിയ പീസ് എടുക്ക. നല്ല കേട്ടോ, ഹണി കേക്ക് നല്ല. അപരിചിതമായി പരിചയപ്പെട്ട ചേച്ചിയുടെ ചേച്ചി എന്നൊക്കെ വിളിച്ചെന്നെ മേടൊന്നും വേണ്ട. 35 വയസ്സുള്ളൊരു കുട്ടി. അയ്യോ, അങ്ങനെതാ
എന്താ അങ്ങനത്തെ എല്ലാരും ആഘോഷിച്ചു. അടിപൊളി നല്ല നല്ല കേക്ക് അല്ലേ? ഹണി കേക്ക് ആണ് കേട്ടോ, അടിപൊളിയായിട്ടല്ലേ? ആ അങ്ങനെതാ പറഞ്ഞ അങ്ങനെ സ്നേഹസമ്പന്നരായ കുറച്ച് പേരുടെ സാന്നിധ്യത്തിൽ ഒരു കുഞ്ഞൊരു കേക്കൊക്കെ മുറിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തുന്നു. ഓ മടുത്തേ, ഭയങ്കര. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവര് കേക്കൊക്കെ മേടിച്ച് മുറിക്കുന്നു. അവർ ഓടിപ്പോയിട്ടൊരു കുഞ്ഞ് കേക്ക് വാങ്ങിക്കൊണ്ട് വന്നു. നമുക്ക് പരിചയമുള്ള കുറച്ച് പേരുടെ കൂടുതൽ ആ കേക്ക് മുറിച്ചപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. അപ്പം സൽമാനോടും റഷീദയ്ക്കോടും ഒക്കെ താങ്ക്സ് പറയുന്നു. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമായി. അയ്യോ ഇതായിരുന്നു ഞാൻ ഹെലമോളും ഇന്ന് ട്വിന്നിങ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കളർ ഡ്രസ്സ്. ഇതേണ്ടേ ഹെഡാപ്പി, ഇതേണ്ടേ ഹെഡാപ്പി, ഇതേണ്ടേ 7 ആണോ ഹെഡാപ്പി കുടിക്കുന്നേ? ആണോ വാച്ചിനോ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും സജു, സോമി എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ടിജോ പ്ലാൻ ചെയ്ത വേറൊരു എന്താ പറയുന്നേ, ടിജോ എല്ലാം കൂടി സർപ്രൈസായിട്ട് സെറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ തുടക്ക ഭാഗമാണ് നിങ്ങളിപ്പം ഈ വീഡിയോയിൽ കണ്ടത്. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം അത് കുറേ നേരം ഉണ്ട്. അവർ നമ്മളെ കൊണ്ട് കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? അപ്പം ഈ വീഡിയോ ഇവിടെ തീരുവാണ്. കാരണം നമ്മൾ വിചാരിച്ച ആദ്യത്തെ കേക്ക് കട്ടിങ് ഒരു വീഡിയോ ആയിട്ടും അടുത്തത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ അനദർ വീഡിയോ. അത് എന്താ പറയുന്നത്, ടിജോയുടെയും സജുവിൻ്റെയും അജുവിൻ്റെയും സോമിയുടെയും റിനുവിൻ്റെയും സുബിയുടെയും എല്ലാവരുടെയും കൂടെ ഒരു എന്താണ് പറയുന്നത്, ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചാണ് അടുത്ത വീഡിയോ.